എന്നിട്ട് കടുവ കാട്ടിലേക്ക് പോണു. ആദ്യത്തെ ആനേനെ ആനാട്ടോ അത് പൊക്കോട്ടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ബന്ദിപ്പൂർ റൂട്ടിലാണ്, അതായത് നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർ വഴി ഗുണ്ടൽപേട്ട്. ഇപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിനകത്തേക്ക് കയറി. ചുമ്മാ ഒരു ഫോറസ്റ്റ് ഡ്രൈവാണ്. ഗുണ്ടൽപേട്ട് നമ്മുടെ സൂര്യകാന്തി പൂത്തിട്ടുണ്ട്, സൂര്യകാന്തി തോട്ടം കാണുക. പിന്നെ കാടിൻ്റെ അകത്തേക്കൂടെ എന്തെങ്കിലും ആനേനെയോ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനും പ്രശാന്തമായിട്ടാണ് നിലവിൽ കാട്ടിൽ കയറിയേക്കണേ. ഇതിനു മുമ്പ് പലതവണ പ്രശാന്തമായിട്ട് കാട്ടിൽ കയറിയിട്ടും ആനേനെ പോയിട്ട് എന്താ പറയുക, ഒരു മാനിനെ പോലും കണ്ടിട്ടില്ല. അതിപ്പോൾ തുടക്കത്തിൽ തന്നെ 2-3 സെറ്റ് മാനിനെ കണ്ടിട്ടുണ്ട്. പ്രശാന്തിന് ഭാഗ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് വരവിന്റെ ഉദ്ദേശം നടന്നിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ആനേനെ ആനാട്ടോ കൊമ്പ് കേട്ടോ. റൈറ്റ് സൈഡിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആന ഉണ്ടോ നോക്കണം കേട്ടോ. നിക്കണ നല്ല രസമുണ്ടായിട്ടാ. മൈല് ക്രോസ് ചെയ്യണം. അത് പൊക്കോട്ടെ. മനകളൊക്കെ തീറ്റ റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തേക്കാണ്. ഇവിടെ 50 രൂപ അതിൻ്റെ ചാർജ് ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ എലിഫൻറ്റ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെയൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ഇവിടെ എത്തിയപ്പോൾ വേറെ കുറച്ച് മലയാളികളെ കിട്ടി. അവർ ജീപ്പ് സഫാരി പോകാനായിട്ട് 2 ആളുടെ കുറവിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ നമ്മൾ പോയേക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ അവരുടെ കൂടെ ജീപ്പ് സഫാരി പോകാൻ പോവാണ്. നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇവിടെ നിന്ന് സഫാരി പോയിട്ട് മൃഗങ്ങളെ കണ്ടതിൻ്റെ ഒരു ലിസ്റ്റാണെന്ന് തോന്നണേ. അതെ, ലാസ്റ്റ് സൈറ്റഡ് 24/8. ഇന്ന് 27. ഇന്ന് 27 അല്ലേ? എന്തേ എഴുതിയിട്ടുണ്ടല്ലോ. ലെപ്പേഡിനെ കണ്ടിട്ടുണ്ടല്ലോ. 1+1. ആഹാ സീരിയസ്ലി പോയോക്കാം.
അപ്പൊ അങ്ങനെ നമ്മള് കാടിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഒരു ആനയുണ്ട്. ഒരു കാട്ടുപോത്തിനെ നമ്മൾ കണ്ടതാണ്, പക്ഷെ അത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് മര്യാദയ്ക്ക് വീഡിയോയിൽ കിട്ടിയില്ല. നമ്മൾ മാനിനെ കണ്ട ഒരു കാട്ടുപോത്തുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. മറ്റേ പ്രശാന്ത വീഡിയോയിൽ പറഞ്ഞ ഇഷ്ടം പോലെ കാട്ടുപോത്ത്. എന്നാ സൈസല്ലേ നടന്നോളതിൻ്റെയൊക്കെ സൈസ് നോക്കി. കടുവ കടുവ മൊത്തത്തിലൊരു ഭീകരാന്തരീക്ഷം ഉണ്ടെന്നു. വന്നതെന്തായാലും മുതലായി. ഒരു ലോഡ് കാട്ടുപോത്തും പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് കടുവേനെ കൂട്ടിലല്ലാതെ കണ്ട്. എൻ്റെ ഫോണിൻ്റെ പരിമിതി കൊണ്ടാണ് സൂം ചെയ്യാൻ പറ്റാത്തത്. അത്ര വലിയ ദൂരത്തിലൊന്നും അല്ല അത്. എന്നാലും കടുവ അവിടെ തന്നെ കിടക്കാണ്. നമ്മളിവിടുന്ന് പോവാണ്. എണീറ്റ് കടുവ കാട്ടിലേക്ക് പോണ്. അടിപൊളി, എന്താ അഴക്.
സീസൺ ടൈമിൽ നല്ല തിരക്കല്ലേക്കും. അപ്പോൾ ആദ്യം തന്നെ ചേട്ടന് ഞങ്ങളുടെ താങ്ക്സ്. ചേട്ടൻ കാരണമാണ് നമ്മൾ ഇത് പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ആനയുടെ മറ്റേ ട്രെയിനിങ് ക്യാമ്പ് കണ്ടിട്ട് തിരിച്ചു പോകാൻ. നാട്ടിലെവിടെയാ? അങ്ങാടിപ്പുറം, മലപ്പുറം. എന്താ പരിപാടി? അപ്പോൾ സ്ഥിരമായിട്ട് ഇതേപോലെ കാട്ടി കയറുന്ന ആളാന്ന് തോന്നുന്നു. ഒത്തിരി സ്ഥലത്ത് പോയ കഥയൊക്കെ പറഞ്ഞു കേട്ടു. എന്തായാലും പ്രശാന്ത് കാപ്പിയല്ലേ? നമ്മൾ ടൈഗറിനെ കണ്ട് എങ്ങനെയുണ്ടായി പറ. അപ്പം നമ്മുടെ ട്രെക്കിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. എന്തായാലും വന്നത് മെച്ചായി. ആദ്യമായിട്ടാണ് ഞാൻ കണ്ടേക്കണേ ടൈഗറിനെ. ആദ്യമായിട്ടായിരിക്കുമല്ലോ. കറക്റ്റായിട്ട് മലയാളികളെ കിട്ടി. അവർ 4 പേരുള്ളൂ എന്ന് പറഞ്ഞ് 2 പേരാവാൻ നമ്മളടുത്ത് ഒന്ന് ചെല്ലാമോന്ന് ചോദിച്ച് എന്നും കൽപ്പിച്ച് കയറി. അപ്പോൾ ഇവിടെ പോയാലും മറ്റേ എലിഫൻറ്റ് ക്യാമ്പിൽ പോകാൻ പറ്റിയില്ല. എന്നാലും അതൊരു നഷ്ടമായിട്ട് തോന്നല്ല. അടിപൊളിയായിരുന്നു. ആ ടൈഗറിനെ കണ്ടത് അടിപൊളിയായിരുന്നു. പിന്നെ കാട്ടുപോത്തും, പിന്നെ ചാറ പറ മാൻ, അത് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണാമല്ലോ. അപ്പോൾ കൊള്ളാം. ഹായ്. അപ്പോൾ നമ്മളങ്ങനെ രാത്രി നമ്മുടെ ബന്ദിപ്പൂർ കാട്ടിക്കൂടെയൊക്കെ വന്നപ്പോൾ ഗുണ്ടൽപേട്ട എത്തി. ഇവിടെ നമ്മളൊരു സ്റ്റേ എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ കിടക്കണം. നാളെ രാവിലെ ഇവിടെ സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ കാണണം. അതേപോലെ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ, അതാണ് നമ്മുടെ നാളത്തെ മെയിനായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Subscribe for adventures.